വൃത്തികെട്ട വേഷം ഈ സാരി. ഈ സൈഡ് മൊത്തം ഒന്ന് കാണാം സാരി ഉടുത്തിട്ട്. ഹണി കാട്ടിയും എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഹണി റോസിന് അത്രയും വെളുപ്പിന് 2:30-3 മണി സമയത്ത് എഴുന്നേറ്റ് പോകണം. പിന്നെ ആ സമയത്താണ് നമുക്ക് പാല് കിട്ടത്തുള്ളൂ, തണുപ്പുള്ള സമയത്ത്. പെരുപ്പിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ചുള്ളൻ ചെക്കന്മാര് സൂപ്പറാ ട്രോളൊക്കെ. എന്തുകൊണ്ട് ഒരു ഹസ്ബൻഡ് ഈ ബെസ്റ്റിയും കാമുകനും ആയിക്കൂടാ? അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇപ്പൊ ഞാൻ സ്റ്റോറി എഴുതുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും. അതെ അതെ, സ്റ്റോറി എഴുതാതെ വായിക്കാൻ നല്ലൊരു രസമുണ്ട്. അതിങ്ങനെ ലൈഫ് എഴുത്തിലും ഭയങ്കര പുലിയാണ്. അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ട് എന്റേതായ സ്റ്റൈലിൽ നല്ല കഥയായിട്ട് നല്ല അതെങ്ങനെയാ എഴുതാന്നുള്ള ഒരു ഇതിൽ അത് വന്നതെന്ന് വെച്ചാല്, ഇപ്പം എന്റെ ഫ്രണ്ട്സിൽ തന്നെ പല ആൾക്കാരും ഒറിജിനൽ ഹസ്ബൻഡ് അല്ല എന്നൊരു പറച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ലൈഫിൽ 12 വയസ്സുള്ളപ്പോൾ തുടങ്ങി എനിക്ക് വിജയ് ചേട്ടനെ അറിയാം. അതിന് മുന്നിൽ ഞാൻ എപ്പോ പോയി കല്യാണം കഴിക്കാനാ? അങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ ഓഫർ വരെ ചെയ്തു. എന്നെ ആദ്യം കല്യാണം കഴിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ. എന്റെ ഫ്രണ്ട്സിൽ തന്നെ ലേഡീസ് വരെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 2ാമത് കെട്ടിയതൊക്കെ നീ 2ാമത് കെട്ടിയേക്കുന്നില്ലേന്ന്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനും ഞങ്ങൾ തമ്മിൽ ഒറിജിനലാണ്. കാരണം ഇപ്പോഴത്തെ ഈ പിള്ളേര് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ ഡിവോഴ്സ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒന്ന് നമുക്ക് മനസ്സ് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ. ഒരിക്കലും ആദ്യം കല്യാണം കഴിച്ച് 2ാമത് പോകുമ്പോൾ ആ ഒരു സുഖം കിട്ടത്തില്ല. എന്നുവെച്ചാൽ ലൈഫിലും കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അല്ലേ? 2ാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ആദ്യം എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം കിട്ടുന്ന ആളെ നന്നാക്കി എടുക്കുക. ഇപ്പൊ വിജോഷന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിലും ഭയങ്കര ഇച്ചിരി മൂശാട്ടയും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മൊത്തത്തിൽ മാറി, ചേട്ടനും മാറി. ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി. ഞങ്ങൾക്കിപ്പോ ലൈഫ് ജീവിച്ച് കൊതിയാണ്, ജീവിക്കാനും ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇപ്പൊ ആസ്വദിക്കുകയാണ്. അന്നൊന്നും ഈ മൂന്നാർ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് സ്വർഗ്ഗ ലോകമാണ്. അപ്പൊ ആ കൊച്ചിയിലാണ് ഞാൻ വന്ന് താമസിക്കുന്നത്. അപ്പൊ അത്രയും നാട്ടിൻപുറത്തുനിന്ന് വന്നിട്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യം. ഇപ്പൊ ഞങ്ങൾ ആസ്വദിക്കുക ഞങ്ങളുടെ ലൈഫ്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ഒരു ആദരവ് ഏറ്റുവാങ്ങിയില്ലേ? ഇന്നലെ അല്ലല്ലോ, കഴിഞ്ഞ ദിവസം ഒരുപാട് ട്രോഫീസ് ഒക്കെ ഞാൻ കണ്ടു. അതൊക്കെ ആ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എനിക്ക് നേടാൻ പറ്റിയില്ലേ? അതെ അതെ, ഒരു സ്റ്റേജിന്റെ മുന്നിൽ എല്ലാരും കൈയടിക്കുന്ന, എല്ലാവരുടെ മുന്നിൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം. ഞാൻ ഇങ്ങനെ ബിജോഷനോട് പറയും, നിങ്ങൾ കാരണം കൊണ്ട് എനിക്ക് പഠിക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല എന്ന്. അപ്പൊ ബിജോഷൻ എന്നോട് പറഞ്ഞു, ഈ ഒരു പറച്ചിലിന് നിന്നെ 10 പേര് ഇരിക്കുന്ന സ്റ്റേജിൽ കയറ്റി നിന്നെ കൈയടിപ്പിക്കൂടി ഞാനെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബിജോഷൻ എന്നെ രാമേശ്വര സാറിന്റെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്ത്. അപ്പൊ അങ്ങനെ ചേർത്തപ്പോഴാണ് പിന്നെ അവിടുന്ന് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് കണക്ഷൻ കിട്ടി ഞാൻ കയറി വന്നു. ഫോട്ടോഷൂട്ട്, മോഡലിംഗ് ഒക്കെ ചെയ്ത്. പിന്നെ അതൊക്കെ ഞാൻ പറയുമ്പോഴും ബിജോച്ചേട്ടൻ പറയുന്നത്, നീ ചെയ്തു ഈ ഡ്രസ്സ് നീ ഇട്ടു, അല്ല ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ല. ബിജോച്ചേട്ടാ ഇത് ഇഷ്ടമാണോ, ഞാൻ ഓർഡർ ചെയ്തോട്ടെ, ചെയ്തു, നമ്മുടെ ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. എന്റെ ഇഷ്ടത്തിന് എന്റെ കൂടെ നിൽക്കുന്നു, നീ ഇട്ടോ, ഞാൻ അത് കളിച്ചോട്ടെ, കളിച്ചു. നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടത് ശരിക്കും പരസ്പരമുള്ള ഒരു വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് ബന്ധവും നിലനിർത്താം അല്ലേ? തീർച്ചയായിട്ടും, നല്ല രീതിക്ക്. ഈ ഇപ്പോഴത്തെ പോലെ ഈ ന്യൂജന്റെ ചിന്താഗതി പോലെ ലിവിങ് ടുഗദറോ അല്ലാതെ ഈ 1 മാസം കഴിയുമ്പോൾ തൊട്ടതിന് പിടിച്ചതിന് ഞാൻ പെണ്ണാണ് എനിക്ക് എന്തു ആവാം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതും വേണം. നമ്മൾ പെണ്ണുങ്ങളാണ്, നമ്മുടെ ഭാഗമൊക്കെയാണ്. കാരണം ഒന്നുമില്ലേലും സമൂഹത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നിൽക്കുന്ന ഒരു വില ബാക്കി ഒരാൾക്കും കിട്ടില്ല. പക്ഷെ ഒരു ഹസ്ബൻഡ് വൈഫും ഉള്ളൊരു വില, അത് വില തന്നെയാണ്. ശരിയല്ലേ? ഇപ്പൊ സ്കൂളിൽ ചെന്നാലും അതെ, എവിടെ ചെന്നാലും അതെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ എന്തോരം അനുഭവിക്കുന്നുണ്ട് ഈ ലോകത്ത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒറിജിനൽ ഹസ്ബൻഡ് വൈഫുമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന ഇതാ. അപ്പൊ സാധാരണ ഒരു പെൺകുട്ടി ജോലിക്കൊക്കെ പോയി രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ അനുഭവിക്കുന്ന, ആ നാട്ടിൽ പറയുന്ന എന്തുവാ, ഇവളെവിടെയോ പോയിട്ട് വരുന്നു. ഇങ്ങനത്തെ ചിന്താഗതികൾ. അപ്പം ചീത്തപ്പേരുകൾ എപ്പോഴും എന്തൊക്കെയാന്ന് പറഞ്ഞാലും പർദ്ദയിട്ട് നടന്നാലും നമുക്ക് ചീത്തപ്പേര് കിട്ടും, കിട്ടാതിരിക്കുവോ? അതെ. അപ്പൊ ഈ പർദ്ദയുടെ കാര്യം നേരത്തെ ഹണി റോസിന് ഒരു പരാതി കൊടുത്തില്ലായിരുന്നു? ഹണി റോസിന് കിട്ടുന്ന നീതി എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ഞാൻ അതിന് മുന്നേ കൊണ്ട് കൊടുത്ത പരാതിയാ. അതെന്തായിരുന്നു പരാതി? എനിക്ക് വരുന്ന നെഗറ്റീവ്, അതായത് എന്റെ ഫാമിലിയെ പറ്റി വൃത്തികെട്ട രീതിക്ക് വന്ന കമന്റുകളെ പറ്റിയാണ് ഞാൻ കൊടുത്തത്. എനിക്കതിന് ഞാൻ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടില്ല. എനിക്ക് എന്നെ പറയുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുമില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നു. അത് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് അവർ പറയുന്നത്. ഞാൻ ചെയ്യാതിരുന്ന് എന്നെ പറയുമോ? ഞാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാണ് അവർ പറയുന്നത്. പക്ഷെ വീട്ടുകാരെ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നില്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലോ വീഡിയോയിലോ ഒന്നും കൊണ്ടുവരുന്നില്ല. അവൾ അങ്ങനെയാണ്, അവളുടെ ഇങ്ങനെയാണ്, അവളെ അങ്ങനെയാണെന്നുള്ള രീതിക്കുള്ള കമന്റുകളൊക്കെ വന്നു. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരി ഹണിച്ചേച്ചി കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കൊണ്ട് കൊടുത്തേക്കുന്ന. പക്ഷെ എന്നിട്ട് ഇവരത് എടുക്കുകയൊന്നും ചെയ്തൊന്നുമില്ല. അതിനുശേഷം പുള്ളിക്കാരി കംപ്ലൈന്റ് കൊടുത്തു. അതെന്തോ ദുരുപയോഗം സംസാരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് 3 ദിവസം കൊണ്ട് ആളെയും പിടിച്ചു ഇതുവാക്കി. ഇപ്പൊ ഞാൻ ഈ കൊടുത്തിട്ട് ഇത് ഞാൻ കൊടുത്തത് എന്റെ ഫാമിലിക്കെതിരെയാണ് കൊടുത്തത്. എന്നിട്ട് പോലെ അത് കണ്ടുപിടിച്ചിട്ടില്ല. അതിനെതിരെയാണ് ഞാൻ കൊണ്ട് കംപ്ലൈന്റ്. 2 പെൺകുട്ടികൾക്ക് 2 നീതി ആയിപ്പോയി. എന്നിട്ട് ഞാൻ കമ്മീഷണർ നേരെ സംസാരിച്ച് വിളിച്ചു.
മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. കംപ്ലൈന്റ് എല്ലാം അക്സെപ്റ്റ് ആയി, അവർ സ്വീകരിച്ചു. അപ്പൊ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ കാരണം ഞാൻ ചെയ്യുന്നതിന് എന്നെ പറയാ, അല്ലെങ്കിൽ ചേട്ടനെ പറയാ. ഈ വീട്ടിലിരിക്കുന്ന തന്തയും തള്ള എന്ത് പഴിച്ചു? മക്കളെ ഇപ്പൊ പ്രസവിച്ചു എന്നും പറഞ്ഞാൽ ഒരിക്കലും തന്തയും തള്ള അല്ലാതെ ആയി പോവില്ല. കാരണം എന്റെ കൂടെ എങ്ങനെയാണ് പിള്ളേരുടെ കൂടെ നിനക്ക് നിന്റെ തന്തയും തള്ള, നീ അമ്പലത്തിൽ പോയി അപ്പന്റെ അമ്മയുടെ മക്കളുടെ കൂടെ അമ്പലത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എന്റെ അപ്പനെയും അമ്മയും എന്റെ മക്കളെ ഞാനല്ലാതെ പിന്നെ ഈ പറയുന്ന ആൾക്കാർ വന്ന് അമ്പലത്തിൽ കൊണ്ടുപോകും. ഇല്ല. ഒരു ചേച്ചി ഏതൊരു കുലസ്ത്രീയാ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, മറ്റേ റിയാക്ഷൻ വീഡിയോ. മക്കളുടെ കൂടെ അവൾ അമ്പലത്തിൽ പോയി, ഈ മാതിരി വീഡിയോ ഇട്ടിട്ട് മക്കളുടെ കൂടെ അമ്പലത്തിൽ പോയേക്കുന്നത്. ഞാൻ പിന്നെ അല്ലാതെ പിന്നെ ആ ചേച്ചി വന്ന് എന്റെ പിള്ളേരെ എന്റെ അച്ഛനും അമ്മ അമ്പലത്തിൽ കൊണ്ടുപോകും. അതെ, പിന്നെ അങ്ങനെ ഒരുപാട് കുലസ്ത്രീകളും കുലസ്ത്രീകളൊക്കെ അവിടെ ഇരിക്കട്ടെ, മാറിയിരിക്കും പോകും. കുലസ്ത്രീകള് എന്നുവെച്ചാൽ കുലസ്ത്രീകൾ അവര് എന്താ പറയുക, സാരി ഉടുത്ത് ഭയങ്കര ചന്ദനക്കുറിയൊക്കെ തൊട്ട് സാരിയൊക്കെ ഉടുത്തൊക്കെ വരും. ആ സൈഡൊന്ന് കാണണം, പോകൊന്നും പറയിപ്പിക്കില്ല. സാരിയാണ് ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നുണ്ട്. ഈ സാരി ഉടുത്ത് എന്ത് വൃത്തികെട്ട വേഷം ഈ സാരി. ഈ സൈഡ് മൊത്തം ഒന്ന് കാണാം സാരി ഉടുത്തിട്ട്. എല്ലാരും ഇപ്പൊ മറ്റേ കാണിച്ചു ഇവിടെയാണ് സാരി ഉടുക്കുന്നത്. പിന്നെ എന്ത് സാരി എനിക്ക് കണ്ടുകൂടാ സാരി, എനിക്ക് ഉടുക്കുന്നത് ഇഷ്ടമല്ല സാരി. പക്ഷേ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ സാരി ഏറ്റവും നല്ല വേഷം എന്ന് പറഞ്ഞു. പക്ഷെ ചുരിദാറാണ് ഏറ്റവും നല്ല വേഷം. എന്താ കുഴപ്പം? ഇതിനെന്താ എവിടെയാ കാണുന്നത്? എന്നുവെച്ചാൽ സാരി, പക്ഷെ സാരി ഉടുത്തപ്പോ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടാ. അത് പിന്നെയാണല്ലോ, ഞാൻ സുന്ദരിയാണല്ലോ. നൈസായിട്ടുണ്ടായി. മറ്റേ എല്ലാരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. എന്ന് വെച്ചാൽ ടൂറൊക്കെ പോകുമ്പോ സാരി ഉടുത്തിട്ട് ഡാൻസ് ചെയ്യുമ്പോ നല്ല ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ സാരി തന്നെ ഡെയിലി ഉടുത്താ അത് കുറഞ്ഞു വരും. അതെ, സാരി ഉടുത്തിട്ട് ബസ്സിൽ പോകുന്ന കാര്യം ഓർത്ത് നോക്കി, എന്തിങ്ങനെ വിളിച്ചിട്ട്. അത് ശരി, സാരി എടുക്കുമ്പോ ചവിട്ടിയാലോ സാരി അഴിഞ്ഞു പോവാം. ട്രെയിനിൽ നിന്നൊരു ചേച്ചിയുടെ സാരി അഴിഞ്ഞു പോയായിരുന്നു. എന്ന് വെച്ചാ ചവിട്ടി പിടിച്ചിട്ട് ഭയങ്കര തിരക്കിലുള്ള സമയത്ത് ഭയങ്കര വർത്താനം പറഞ്ഞ് ചുമയായി. ഇന്നലെ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ട്രിപ്പല്ല, ഇപ്പൊ വണ്ടിയൊക്കെ മാറ്റില്ല. ഇപ്പൊ ഏതാ വണ്ടി? ലോണാ, മാസം അടയ്ക്കാലോ. എല്ലാരും ഞാനിപ്പോ ചോദിക്കുമ്പോ എല്ലാരും വിചാരിക്കേ ഭയങ്കര അതൊക്കെ പറയണം കേട്ടോ. ഒന്നാമത് തന്നെ എനിക്ക് അഹങ്കാരം ജാടയും തലക്കാനും വന്ന് പറയും. ഇത് റെന്റിന് വീടാ, നമ്മള് വാടക കൊടുക്കും. വണ്ടി മാസം അടയ്ക്കുന്നുണ്ട്, 3-4 വർഷം കൂടെ അടയ്ക്കണം. ഇത് വാങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ കൊച്ചിയില്? എനിക്ക് നാട്ടുപുറത്ത് തന്നെ ഇഷ്ടം. നാട്ടുപുറത്ത് തന്നെ ഇഷ്ടം. നമ്മുടെ ചാലക്കുടി, അങ്കമാലി, അങ്ങനെ ആ ഒരു ഏരിയ. കൊച്ചിയൊന്നും എനിക്ക് വലിയ താല്പര്യം. ഈ ചാലക്കുടി ശരിക്കും മണിച്ചേട്ടൻ ആയതുകൊണ്ടാണ് അവിടെ ഇഷ്ടം എന്ന് പറയുന്നത്. അതെ അതെ, നന്നായിട്ട് നാടൻപാട്ടിന്റെ പുസ്തകമൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ്. കാരണം ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ മണിച്ചേട്ടന്റെ സിനിമകളും അതുപോലെ ഈ നാടൻ പാട്ടുകൾ, അച്ഛന് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ഒരു പെങ്ങൾ ഈ മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെ ഇങ്ങനെ പാടുകയും കൂടെ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അച്ഛന്റെ പെങ്ങള്. അപ്പൊ അതങ്ങനെ കേട്ട് ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലം ഇഷ്ടപ്പെടാൻ കാരണവും ഒക്കെ അങ്ങനെ തന്നെയാണ്. മണിച്ചേട്ടനെ മരണപ്പെട്ട സമയത്ത് കണ്ടിരുന്നോ? ഞാൻ പോയില്ല, അന്ന് ഞങ്ങൾ വീട് പണി ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, കുഞ്ഞുണ്ടായിരുന്നു. ചേട്ടൻ പോയി കണ്ടായിരുന്നു. അപ്പൊ കാണാൻ പറ്റിയില്ല എനിക്ക്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്നപ്പോഴൊക്കെ പെരവടിയൊക്കെ ആയിരുന്നു, അപ്പൊ എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. മരിച്ചപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് മണിച്ചേട്ടന്റെ അനിയനെ കാണാൻ പറ്റി, ഫാമിലിനെ എനിക്കറിയാം, പറ്റി. അങ്ങനെ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ് കണ്ണമാഷിന്റെ അടുത്ത് പോയി ജോയിൻ ചെയ്തത് ഡാൻസ് ക്ലാസ്സിൽ. കണ്ണമാഷ് എന്ന് പറയുമ്പോൾ RLV. അതെ. അപ്പൊ എന്തായിരുന്നു ഡാൻസ് പഠിച്ചത്? എന്താ? ഞാൻ ചെറുപ്പം തുടങ്ങിയ കളിക്കും. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെയാ? ഭരതനാട്യം ആയിരുന്നു, പക്ഷെ അതൊന്നും നമ്മള് എങ്ങും എത്തിയില്ല. പഠിച്ച് നമുക്ക് ഡാൻസ് അറിയാലോ, ഇത്രയും വർഷം കഴിയാതെ. അപ്പോഴത്തേനും പിന്നെ അത് പഠിച്ച് കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാട് വിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ഇവിടെ വന്നപ്പോഴും 3 വർഷം പഠിച്ചപ്പോഴേ സ്ഥലം വിറ്റ് ഇങ്ങോട്ടേക്ക് മാറേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതിലൊക്കെ. എന്നാലും ഡാൻസ് സോഷ്യൽ മീഡിയയില് ഭയങ്കര ഡാൻസ് ആണ്. പിന്നെ ഭയങ്കര ഡാൻസ് എന്നൊക്കെ അറിയില്ല. നല്ല ഒരേ സ്റ്റെപ്പാണെങ്കിൽ ഡ്രസ്സ് പലതാണ്, ഒരേ സ്റ്റെപ്പാണ്, പക്ഷെ വ്യത്യസ്ത പാട്ടാണ്. അതൊരു വലിയ കാര്യമല്ലേ? ട്രോളി ഒരേ സ്റ്റെപ്പ് ഒന്നും അല്ല കേട്ടോ. എന്നാലും പക്ഷെ ഞാൻ ചെയ്യുന്നതൊക്കെ ബോറാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ വെറും കൊള്ളില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് കണ്ടോണ്ടിരിക്കാനല്ലേ വിളിക്കാൻ അവസരം. ആൾക്കാർ ചീത്ത വിളിക്കുന്നത് എന്ത് പറഞ്ഞാലും ചീത്ത വിളിക്കും, നല്ലത് ചെയ്താലും ചീത്ത വിളിക്കും, ശരി, മോശം ചെയ്താലും. അല്ല, ഇപ്പൊ നോർമലി ക്യാഷ്വൽ ആയിട്ട് തന്നെ എല്ലാവർക്കും, ഫാമിലീസിന് എല്ലാവർക്കും നെഗറ്റീവും തെറിയുണ്ട്. അതെ അതെ, എല്ലാവർക്കും ഇങ്ങനെ കമന്റ്സ് കാണുമ്പോഴേ എല്ലാവർക്കും ഉണ്ട്. എന്താ വെച്ചാ ഈ ഹണി റോസിനൊക്കെ വരുന്ന തെറി എന്താ, അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തൊരു ഭേദമാ തെറി. ഹണി റോസിനെ കാട്ടിയും എനിക്കുണ്ടെന്ന് തോന്നുന്നു.
ഞാൻ എല്ലാ തെറിയും കണ്ടിട്ടില്ല. ഇല്ലല്ലേ, ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ കുറച്ച് തെറികളെ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കൂ. പല തെറികളും നമ്മള് കണ്ണൂരായിട്ട് നമ്മുടെ തെറികളല്ലേ അതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല തെറിയുണ്ട്, അതിനെക്കാട്ടും കൂടുതലുണ്ട്. പക്ഷെ അതിന് ഞാൻ വരുത്തി വെച്ചിട്ടാ. എന്തൊക്കെ പറഞ്ഞാലേ നമ്മൾ എന്തൊക്കെ ചിരിച്ചുകൊണ്ട് തള്ളുമെങ്കിലും ആ ഒരു ബോൾഡ്നെസ് ഇല്ലേ, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോ ഡൗൺ ആയി പോകും. അതന്നെ ഞാൻ കണ്ടില്ല നേരത്തെ ഇറങ്ങി പൊക്കോന്നൊക്കെ പറഞ്ഞപ്പോ കണ്ടൊക്കെ ഇങ്ങനെ ചൊവചൊകാതായി. നേരത്തെ ഒരു അതിപ്പം പെട്ടെന്ന് നമ്മളിപ്പോ സ്ക്രിപ്റ്റ് എടുക്കുകയാണെങ്കിൽ വിചാരിക്കുമ്പോ അത് അങ്ങനെയാന്ന്. പക്ഷെ അത് അല്ലല്ലോ, ഇത് ഞാൻ പ്രതീക്ഷിക്കാതെയല്ലേ എന്നോട് ഞാൻ ആ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടത്. ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം പറയും, ബാക്കിയെല്ലാം ഞാൻ ചിരിച്ചോണ്ടിരിക്കുള്ളൂ. പക്ഷെ അവിടെ തൊട്ട് കളിച്ചാൽ എന്റെ സ്വഭാവം മാറും. അതെ, അപ്പൊ എനിക്ക് തോന്നി പോകാത്ത ഏരിയയാണ് എന്ന് വെച്ചാ. പിന്നെ ആൾക്കാര് കാണുമ്പോ ശരിക്കും നമുക്കത് വിഷമമായി. പൊതുവെ ഞാൻ പറയും ഫാമിലിക്കാരികൾ ചോദിക്കരുതെന്ന് ഞാൻ പറയില്ലേ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചു ഞാനാണ് ചൊറിഞ്ഞോണ്ടിരുന്ന വാങ്ങിയിട്ടേ പോകുന്നത്. അതെനിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം ഫാമിലി ആയിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഫാമിലി ഒന്ന് തൊട്ട് കളിക്കുക. ഫാമിലി എന്ന് പറയുന്നത് ബിജോ ചേട്ടനും 2 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ്. അനിയത്തി. അപ്പൊ അവരെ കൂടാതെ ഉള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ആ ചാലക്കുടി ഏരിയയിൽ തന്നെയാണ്. അവരൊക്കെ അവരുടേതായ കാര്യങ്ങള്, നമുക്ക് ഞങ്ങളുടേതായ കാര്യങ്ങള്. എല്ലാരും നല്ല സ്നേഹമായിരുന്നു. എന്താ പറയാ, കാലം മാറുന്ന അനുസരിച്ച് മാറും എന്നൊക്കെ. കോലം മാറണമല്ലോ, അതുകൊണ്ട് അങ്ങനെ മാറിയതായിരിക്കാം. എല്ലാവരും സാധാരണക്കാരാ. നല്ല റബ്ബർ ടാപ്പിങ്ങും എല്ലാവരും കൃഷിപ്പണിക്കാരൊക്കെയാ. എല്ലാം റബ്ബർ വെട്ടുകാരാ. എല്ലാവരും റബ്ബർ വെട്ടുകാരാ ഫുള്ള്. അതിപ്പോ വന്ന വിജയ ചേട്ടനാണെങ്കിൽ റബ്ബർ വെട്ട്, എന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ലോട്ടർ ഒക്കെ വെട്ടുന്നത് ഭയങ്കര റിസ്ക്കാ. ഈ മരത്തിൽ ഏണി വെച്ച് കേറിയിട്ട്. കയറിയിട്ടുണ്ടോ മരത്തിൽ? ഞാൻ കയറിയിട്ട് ഞാൻ മരം ഒട്ടിക്കും, പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പോകുമ്പോ മരത്തിന്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇങ്ങനെ അന്നൊന്നും നമുക്ക് ഫോണൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് തന്നെയാണ് കാണിച്ചു കൊടുക്കാൻ. അതാണ് അത്രയും റീച്ച് ആയേനെ ആ സമയത്ത്. ബോധമില്ല ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു നമ്മൾ നാട്ടുപുറത്തൊക്കെ കുറെ ചേച്ചിമാരൊക്കെ റബ്ബർ വെട്ടുമെങ്കിലും ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു യുവതി ഞാൻ ഫുൾ മേക്കപ്പ് ചെയ്ത് റബ്ബർ അതൊരു വേറെ. അതല്ല നമ്മൾ പെൺപിള്ളേര് ഇപ്പം തെങ്ങ് കയറുന്നവര് അതൊക്കെ ഭയങ്കരമായിട്ട് അവരൊക്കെ ആദരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു സത്യം പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ എന്ന് വെച്ചാൽ റബ്ബർ വെട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര. 2-3 മണി സമയത്ത് എഴുന്നേറ്റ് പോകണം. ആ സമയത്താണ് നമുക്ക് പാല് കിട്ടത്തുള്ളൂ, തണുപ്പുള്ള സമയത്ത്. 10 മണിയാകുമ്പത്തേനും ഇതിന്റെ പാലെടുപ്പിലൊക്കെ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഷീറ്റടി, അതൊക്കെ ഭയങ്കര പണി. ഇപ്പൊ പലയിടത്തും ഷീറ്റടി ഒന്നും ഇല്ല, പാലാക്കി ഒഴിച്ചങ്ങോട്ട് വീടാണ്. ആൾക്കാർക്ക് പറയുമ്പോ തമാശയാണ്, കാണുമ്പോ അതാ എനിക്ക് ആ ഒരു കഷ്ടപ്പാട് പറഞ്ഞു കേട്ടത് കൊണ്ട് അറിയാം. ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് രീതിയിൽ ആ ടൈപ്പില് സോഫ്റ്റ് ഫോൺ വീഡിയോസ് പോലെ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അത് സ്വാഭാവികം. ഈ നാഗസൈരന്ദ്രി സത്യം പറഞ്ഞ ഒരു സ്വാമിനിയെ പോലെ ഒരുപാട് പേരങ്ങ് തെറി പറയും. പക്ഷെ അവരുടെ എന്താ പറയാ, അവരുടെ മറുപടി ഭയങ്കര രസമാണ്, കോമഡി ആയിട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ ചാനല്, സോറി നാഗദേവി, എന്നോട് അങ്ങനെ വിളിക്കാനാ പറഞ്ഞേ. അപ്പൊ നാഗദേവിയുടെ ചാനൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ കണ്ട് ഞാൻ ലൈവിൽ കയറി കഴിയുമ്പോൾ ചേച്ചിക്കുട്ടീന്ന് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ചേച്ചിക്കുട്ടിയല്ല, എൻ്റെ പേര് നാഗസൈരേന്ദ്രി ദേവി എന്നാണ്, എന്നെ അങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാഗദേവി എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ദേവി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പത്തേനും അവിടുത്തെ ആൾക്കാർ എൻ്റെ പേര് വിളിക്കുന്നുണ്ട്, നിമിഷ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ലൈവിൽ കയറിപ്പെട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇത് എനിക്ക് ആകെപ്പാട് ഒരു നിമിഷനെ അറിയത്തുള്ളൂ, ആ കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് റീൽസ് ചെയ്യുന്ന ഒരു നിമിഷ ബിജോ. അപ്പൊ തന്നെ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു, അതെ അത് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സൂപ്പർ ചാറ്റ് ഇട്ട് കൊടുത്തപ്പോഴത്തേനും നിമിഷ ബിജോ, എനിക്ക് മോനെ ഇഷ്ടമാണ് കേട്ടാ, എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ലതാ കാണാൻ, മോന്റെ സംസാരമൊക്കെ സൂപ്പറാ. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പലതും കേൾക്കേണ്ടി വരും. നമ്മൾ നേരിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരത്തില്ല മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞു, ദേവിനെ കാണാൻ വേണ്ടി ഞാൻ വരും. ഓക്കെ മോനെ, നമുക്ക് കാണാൻ മോനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതിനുശേഷം എന്റെ ലൈവിൽ എനിക്ക് ഭയങ്കര പവറായിരുന്നു, ആ ഒരു ശക്തിയൊക്കെ. ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് അതേപോലെ തന്നെ ഇപ്പൊ വർത്താനം പറയുമ്പോൾ നാഗചേച്ചിയുടെ ആ ഒരു ടൂണ് വരുന്നുണ്ട്. അതെ, ഞാൻ നേരത്തെ സംസാരിക്കുന്ന അങ്ങനെ തന്നെയാണ്, എന്നാലും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി ഞാൻ കൊടുക്കാറുണ്ട്. ആ മറുപടി ഭയങ്കര രസമാ അല്ലേ? അത് ഏതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച ഓർമ്മയിലുള്ള ഒരു മറുപടി ഉണ്ടോ? ചേച്ചിയാണോ? ചേച്ചിയുടെ എന്താ പറയാ, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഇവിടുന്ന് എടുത്തു കളഞ്ഞു. പിന്നെ തൊപ്പി വെച്ചൊരു കുണ്ണുവാവ, ആ കുണ്ണുവാവ അത് ഭയങ്കര വൈറലായിരുന്നല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സിനിമയിൽ പോലും യൂസ് ചെയ്തിട്ട് ചേച്ചിയുടെ ക്രെഡിറ്റ് വെച്ചില്ലെന്ന് പറഞ്ഞിട്ട്
പക്ഷെ എത്തുന്ന ബെനിഫിറ്റ് പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരി വെച്ച് പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്, ഇമിറ്റേറ്റ് വരെ ചെയ്തു തുടങ്ങി പുള്ളിക്കാരി. പക്ഷെ പുള്ളിക്കാരിക്ക് ആ ഒരു ഇൻകം കിട്ടണം. പുള്ളിക്കാരിക്ക് അത് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പാവം കിട്ടണം. അതെ, കാരണം എന്ന് വെച്ചാൽ പറയുന്ന കാര്യമൊക്കെ കറക്റ്റ് ആണ്. ആൾക്കാരെ വിഷമിപ്പിക്കില്ലെന്ന് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മറുപടി കൊടുത്ത് ഒരാളുടെ ഓരോ സ്റ്റൈല്, അതാണ് ചേച്ചിയെ വ്യത്യസ്ത. എന്നോട് തന്നെയാണ് ലൈവ് വന്നത്, നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെന്ന് ചോദിക്കും. എന്നാൽ ഞാൻ പറയും, ചേട്ടാ അങ്ങനെയൊക്കെ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമോ ചേട്ടാ, എപ്പോഴും പണിയായിട്ടിരുന്നാൽ മതിയോ? അപ്പൊ അവർക്ക് ദേഷ്യപ്പെടുത്തില്ല, എന്നാ അതൊരു മറുപടിയായി. അപ്പൊ ആ ഒരു ഹേർട്ട് ആവാത്ത രീതിയിൽ കൊള്ളേണ്ട രീതിയിൽ അങ്ങ് പറയുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ മറുപടി. നമുക്ക് ആരും ദേഷ്യം പിടിപ്പിക്കണം എന്നൊന്നും ഇല്ലെന്നേ, കാരണം ഇവർക്കൊന്നും നമ്മുടെ പേഴ്സണലി അറിയത്തില്ല. ഇല്ല, അതുകൊണ്ടാണ് ഇവരൊക്കെ തെറി വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നവർ വിളിക്കും, അത്രയൊക്കെ തന്നെ. ഇപ്പൊ തെറി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഇത്രയും വർഷവും 5-6 വർഷമായി തെറി എന്ന് പറഞ്ഞത് എന്നും കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ ഞാൻ അതുകൊണ്ട് പോകുന്നുണ്ട്. അവര് തെറി വിളിച്ചോണ്ടിരിക്കും, ഞാൻ എന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകും. ഇവരെ പേടിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെ എത്തത്തില്ലായിരുന്നു, ഒരു റബ്ബർ വെട്ടി നടക്കേണ്ടി വന്നേ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കും, നമ്മുടെ ഇൻകത്തിന്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടിയ അത് ഓർമ്മയുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ആ ഒരു ലെവൽ തന്നെ എപ്പോഴും കിട്ടുന്നുണ്ട്. ഒരേ ഇത് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ഓവറായിട്ടും ഇല്ല. ഒരു 1 month ഒരു 5-6 ലക്ഷമൊക്കെ 25 5-6 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഈ വാടകയ്ക്ക് കിടക്കും അവിടെ. അത് ശരിയാ, എന്ത് വാടക ഇത്? അതാ ഞാൻ പറഞ്ഞ വഴി അതാന്ന് പൊക്കോളാം. ഇനിയിപ്പോ വേറെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഒരു മാസം നമുക്ക് എങ്ങനെ ഇന്റർവ്യൂ എത്ര കിട്ടും എന്നൊക്കെ അടിച്ചു നോക്കിയാൽ അവർ പറഞ്ഞു തരും. അല്ലാതെ ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളൊന്നും നമുക്ക് കുഴപ്പമില്ലാതെ. എല്ലാരും ഇപ്പം വാടക വീടാണ് ഇതൊക്കെ പറഞ്ഞത്, ഓക്കെ. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാരും പെട്ടെന്ന് വിചാരിക്കും, പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോക്ക് 1 million 2 million അടിച്ചാൽ $600 ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ 10 മടങ്ങായിട്ട് കുറഞ്ഞു. എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇവിടെയും 1 million അടിക്കണം. നമ്മുടെ ഇടുന്ന വീഡിയോ റീച്ച് പോലെ റീച്ച് വേണ്ട ഇടുന്ന വീഡിയോ, അല്ലാതെ നമുക്ക് വല്ലതും കിട്ടും. അതുകൊണ്ട് നമുക്കൊരു എല്ലാ ജോലി, ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നില്ല വേറെ ജോലി ചെയ്യുന്നില്ല, നമുക്ക് ഈ യൂട്യൂബുമായി മുന്നോട്ട് പോകുമ്പോ അതേ ചെയ്യാൻ പറ്റും. സമയം കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് വീഡിയോ, ട്രാവൽ വ്ലോഗ്, അല്ലാതെ റീൽസ്, 3 നേരം നമുക്ക് റീൽസ് പോസ്റ്റ് ചെയ്യണം, 3 നേരം യൂട്യൂബിൽ ഇടണം, ഫുഡ് കൊടുക്കുന്ന പോലെ കൊടുത്തുകൊണ്ടിരിക്കണം. ആൾക്കാർ പറയുമ്പോഴൊക്കെ സിമ്പിൾ ആണ്. എന്നിട്ട് എന്റെ ചാനൽ എന്താ റീച്ച് ആവാത്ത, എന്റെ ചാനൽ റീച്ച് ആണ്, ഇതിന് വേണ്ടി തന്നെ മെനക്കെട്ട് വേറെ ഒരു പണിക്ക് പോകാതിരിക്കണം. ഈ ഫോണും കൊണ്ട് വൈലേഷം നോക്കണം, ഇന്നൊക്കെ ആവശ്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ റീച്ച് ആവത്തുള്ളൂ. നല്ല പണിയുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പൊ പെട്ടെന്ന് എല്ലാരും വേർക്കാതെ പൈസ കിട്ടുന്ന നല്ല ടെൻഷനുണ്ട്. അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ചാനൽ തുടങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അല്ല, അതൊന്നും വിചാരിച്ചല്ല, കഷ്ടപ്പാട് വിചാരിച്ച് തന്നെ ഇറങ്ങാം. പിന്നെ എല്ലാവർക്കും എരിവും പുളിയൊക്കെ വേണം, അത് തന്നെയുള്ളൂ. അത് ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അങ്ങ് ഇടുക. പെട്ടെന്ന് ആരുടെയും എന്തെങ്കിലും പൾസ് കയറി പിടിക്കണം. ഞാൻ സൈലന്റ് ആയിട്ട് നൈസായിട്ട് സൈഡിൽ കൂടെ പോകുന്ന ഒരാളാണ്. പക്ഷെ എവിടെ വള്ളിയൊക്കെ എന്റെ തല വരുന്നുണ്ട്. ചീത്തപ്പേര് മൊത്തം എനിക്കാണ്. ലോകത്തുള്ള പല ആൾക്കാർ സൈറ്റിൽ ഇടുന്നുണ്ട്, ഫോട്ടോ അതും ചെയ്യുന്നുണ്ട് ഇതും ചെയ്യുന്നുണ്ട്. പക്ഷെ നിമിഷ വിജയിക്കാണ് തെറി മൊത്തം. ട്രോളൊക്കെ എമ്മതി ട്രോളാന്നറിയാൻ വരുന്നത്. ആ ട്രോളിന് ചേട്ടന്മാരൊന്ന് കാണണം, മീശയൊക്കെ വെച്ച് മസിലൊക്കെ പേരിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ചുള്ളൻ ചെക്കന്മാര് സൂപ്പറാ. ട്രോളൊക്കെ ഞാൻ ആ ട്രോളൊന്നും നോക്കത്തില്ല, ആ ചേട്ടന്മാരെ നോക്കുന്നേ. ഓ എന്ത് രസമെന്നറിയോ, കൊമ്പ മീശയും മസിലൊക്കെ വെച്ചിരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇരുന്ന് ട്രോളും. മീശ ഭയങ്കര ഇഷ്ടത്തിനല്ല. ഈ ചേട്ടന്മാർക്ക് പണിയെടുത്ത് ജീവിച്ചാൽ പോരെ. എന്നോട് പറഞ്ഞാലേ എനിക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടിയെന്നേ. അപ്പൊ ഞാൻ അവരെ കളിയാക്കി, മനസ്സിലായില്ല. മീശ ഇഷ്ടമാണെന്ന്. എന്റെ കെട്ടിയുടെ മീശ നല്ല അത്യാവശ്യം നല്ല കൊമ്പ മീശ. അപ്പൊ നല്ല ഭംഗിയാണ് അല്ലേ, നല്ല നല്ല ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ നേരിട്ട് കാണുന്നത്. ഭയങ്കര ഗ്ലാമറാ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഭയങ്കര രണ്ടാളും നല്ല ഗ്ലാമറാ. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. അപ്പം ജീവിതം ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്സ് ഒന്ന്, ഒരുപാട് പേര് സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. നമുക്കിതില്ല, ഇന്ന് കഷ്ടപ്പെടുമ്പോ എല്ലാരും പറയും വിധി എന്നുണ്ട്, നാളെ നമുക്ക് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോ ഈ ലൈഫിൽ ഈ തളർന്നു പോകുന്നവര്, ഒന്നുമല്ലാത്തവര്, എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാടോ, അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് കിട്ടാനായിട്ട് എന്റെ ഹാപ്പിനെസ് ഞാൻ പറയാണ്. എനിക്ക് മറ്റുള്ളവരെ അറിയത്തില്ല. എന്റെ ലൈഫിൽ കൂടെ നിൽക്കുന്ന പങ്കാളി ആരാണോ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് പരസ്പരം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇപ്പൊ ഒരു ബെസ്റ്റിയോടോ കാമുകനോടോ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, നമ്മുടെ ഹസ്ബൻഡിനോട് സംസാരിക്കത്തില്ലെന്ന് പറയും. എന്തുകൊണ്ട് ഒരു ഹസ്ബൻഡ് ഈ ബെസ്റ്റിയും കാമുകനും ആയിക്കൂടാ? അത്രേ ഉള്ളൂ. അത്ര ആയിക്കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഈ കാമുകനോട് സംസാരിക്കുന്ന അതേപോലെ ചില നേരത്തെ കാമുകനായിട്ട് സംസാരിക്കുക, ഹസ്ബൻഡ് വൈഫും തമ്മിൽ കറങ്ങാൻ പോവുക. ഇപ്പൊ ചേട്ടന്മാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ഒന്ന് പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഒന്ന് പിള്ളേരെയും കൊണ്ട് പോവുക. അവരുമായിട്ട് 1 മണിക്കൂർ ഇരിക്കുക, ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ. ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പറയും കുറച്ചേരം പിള്ളേരോട് ഇരിക്കാൻ പറഞ്ഞു നിർബന്ധിച്ചിരിപ്പിക്കും. അപ്പൊ അതൊരു ശീലമായി.
അപ്പോൾ എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പുള്ളിക്കാരൻ അറിയാം, പുള്ളിക്കാരൻ അറിയത്തില്ലാത്ത കാര്യങ്ങൾ എനിക്കറിയാം. രണ്ടും കൂടെ ഒരുമിച്ച് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോവുക. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ. അതെ അതെ. പിന്നെ രണ്ടുപേരെയും നീ അത് ചെയ്യണം അല്ലെങ്കിൽ നീ അങ്ങനെ പോകണം എന്ന് ബൂസ്റ്റ് ചെയ്യാതിരിക്കുക. ഇഷ്ടത്തിനനുസരിച്ച് രണ്ടുപേരും ജീവിക്കാൻ നോക്കുക. ഇപ്പൊ ഞാനൊരു ഇഷ്ടം എടുത്താൽ നിനക്ക് ഇഷ്ടമാണ്, നീ എടുത്തോ. ചേട്ടന് അവിടെ പോകണോ, നമുക്ക് പോകാം. രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് സ്വാതന്ത്ര്യം കൂടി കൊടുക്കുക. പിന്നെ രണ്ടുപേരെ സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക. വിജയം ഉറപ്പാവും, ഉറപ്പായിട്ട് 100% ഉറപ്പാണ്. അതിന് ഉദാഹരണം ഞാനാ. എനിക്ക് ഇതുപോലെ വയ്യാത്തൊരവസ്ഥയെ പോലും സാധാരണ പെണ്ണുങ്ങളാണ് ഇട്ടെറിഞ്ഞു പോകും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു മരണത്തിൽ നിന്ന് മരിക്കാന്ന് വരെ അതിൽ നിന്നാണ് നമ്മൾ പിടിച്ചു കയറി ഇവിടം വരെ എത്തിയത്. അത് ആൾക്കാർക്ക് പറയുമ്പോൾ അവർക്ക് കോമഡിയാണ്. പറയുന്നതിന്റെ അടി വന്ന ആൾക്കാർ പറയും, ഞാൻ എന്റെ മക്കളെ അംഗൻവാടി വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അംഗൻവാടി പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഇത്രേ കിട്ടുള്ളൂ. ഈ വീടിന്റെ വാടക 20,000 രൂപയാ, എന്റെ വണ്ടിക്ക് 22,000 രൂപ അടയ്ക്കണം. അപ്പൊ നമുക്ക് ഒരു മാസം ഉണ്ടാവേണ്ട എമൗണ്ട് എന്താ പറയാ? മറ്റു ചെലവുകളും കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസം വീട്ടിൽ പോകുമ്പോൾ കൊടുക്കണം. അപ്പൊ അതിന്റെ എല്ലാം കൂടി ചെലവ് നമുക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്? അപ്പൊ ആ ഒരു തുക എന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതിൽ ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. വിദ്യാഭ്യാസം ഒന്നും അല്ല ഒന്നിനും. തലയ്ക്ക് കുറച്ച് മൂള വേണം, വിവരം വേണം, അത്ര മതി. വിദ്യാഭ്യാസം അല്ല ഇന്നത്തെ കാലത്ത്. സത്യം നമുക്ക് വിവരവും വിവേകവും വേണം. അല്ല, ഒരു വ്യക്തിനെ മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ടോ ചുമ്മാ വിലയിരുത്താതെ ആ വ്യക്തിനെ, ഇപ്പൊ ഒരു വീഡിയോ കാണുമ്പോൾ ആ വ്യക്തിയെ പറ്റി ഒന്ന് പഠിക്കുക, എന്നിട്ട് വിലയിരുത്താം. അതെ. അപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ നിമിഷ ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. നമ്മൾ ഒരിക്കലും ഒരാളെ ഒരു വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണോ അങ്ങനെ ഒന്നും കൊണ്ട് ആരെയും വിലയിരുത്തരുത്. അത് തന്നെയാണ് ഒരു വലിയ പാഠം. ഒരു നല്ല മനുഷ്യ സ്നേഹിയാണ് ഞാൻ കണ്ടെടുത്തോളം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്ത് ഒരുപാട് ചെലവുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി അതിന്റെ എന്താ പറയുക, ഒരു വീട്ടമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തി ഒരുപാട് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എന്താണോ അതിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. തീർച്ചയായിട്ടും ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും എന്താ പറയാ കുറ്റം പറയാതിരിക്കുക. അതെ, കുടുംബത്തെ സ്നേഹിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കുടുംബം ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. എന്റെ അനുഭവം അതാ. കുടുംബം എന്ന് വെച്ചാൽ എല്ലാവരും അല്ല കേട്ടോ. നമ്മുടെ അച്ഛനമ്മ, ഹസ്ബൻഡ്, നമ്മുടെ അച്ഛനും അമ്മയും ചെന്ന് കഴിയുമ്പോൾ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് കുഞ്ഞുവാവയാ, എന്റെ മോക്ക് ഞാനൊരു അമ്മയാ. അപ്പൊ ചേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒരു ഭാര്യ, ഒരു കൂട്ടുകാരിയാ. അല്ലെങ്കിൽ വിജയ ചേട്ടൻ്റെ ചെറുപ്പത്തിലെ അപ്പച്ചൻ മരിച്ചുപോയി, മമ്മി മരിച്ചുപോയി, അമ്മയുടെ സ്നേഹം ഞാൻ കൊടുക്കും. ചില നേരത്ത് ഞാൻ ഭദ്രകാളിയാവും. അതൊക്കെ തന്നെ. ഒരുപാട് അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേട്ട്, കാസ്റ്റിന്റെ പേരിലൊക്കെ കേട്ട്, അങ്ങനെ എന്റെ അമ്മായിമ്മയൊക്കെ എന്റെ അടുത്തിരിക്കാൻ പോലും അമ്മയുടെ മടിയിലൊന്ന് കിടക്കാൻ പറയാൻ ആഗ്രഹിച്ച സമയമുണ്ട്. അത്രയ്ക്ക് അറപ്പായിരുന്നു അമ്മായിമ്മയ്ക്ക് എന്നെ കാണുമ്പോഴൊക്കെ, അതിന്റെ പേരിലൊക്കെ. അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചതാണ് സത്യം പറഞ്ഞാൽ അവര് അമ്മായി. ഇനി എനിക്കൊന്നും ഒരു ശക്തിയില്ല. ഇനി എനിക്ക് ഇങ്ങനെ ഒരു താഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീരുവ എന്നുള്ളതാണ്. കാരണം ഇനി നമുക്ക് ജീവിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ തളരാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ ആരോടും വിളിച്ച് പറയത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ചിരിച്ചു പോകും എനിക്ക്. ഞാൻ ചിരിച്ചിരിക്കത്തുള്ളൂ. ആരോടും എന്റെ സങ്കടങ്ങളൊന്നും ഞാൻ ആരോടും പറയത്തില്ല. പക്ഷെ എന്നാലും ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് മനുഷ്യനല്ലേ, നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇപ്പോൾ ശരിക്കും നിമിഷ ചേച്ചി എല്ലാവർക്കും അറിയാം. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എനിക്ക് തന്നെ ഫോണിലൂടെ ഒന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ആളാണ്. അപ്പൊ ഏതായാലും എല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ ഇനി ചെയ്ത് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു.